ഓക്കെ മക്കളെ, സോ നമ്മൾ ഇനിയിപ്പോ ഹൈപ്പോതലാമസ് റിലീസ് ചെയ്യുന്ന ഹോർമോൺസുകളെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു. ഹൈപ്പോതലാമസ് റിലീസ് ചെയ്യുന്ന ഹോർമോണുകളെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ആന്റീരിയർ പിറ്റ്യൂട്ടറിയിലേക്ക് റിലീസ് ചെയ്യുന്നത് സ്റ്റിമുലേറ്റിംഗ് ആൻഡ് ഇൻഹിബിറ്റിംഗ് ഹോർമോണുകളാണ്. പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിലേക്ക് റിലീസ് ചെയ്യുന്നത് ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ ആണ്. ആദ്യം ഈ ആന്റീരിയർ പിറ്റ്യൂട്ടറിയിലേക്ക് റിലീസ് ചെയ്യുന്ന ഹോർമോണുകളെ സംബന്ധിച്ച് നമുക്ക് പഠിക്കാം. അതിനു മുന്നേ ആന്റീരിയർ പിറ്റ്യൂട്ടറി റിലീസ് ചെയ്യുന്ന ഹോർമോണുകൾ നമ്മൾ ആദ്യം ഏതൊക്കെയാണെന്നുള്ളത് അറിയണം. ആന്റീരിയർ പിറ്റ്യൂട്ടറി റിലീസ് ചെയ്യുന്ന ഹോർമോണുകൾ, ഈ ആന്റീരിയർ പിറ്റ്യൂട്ടറി റിലീസ് ചെയ്യുന്ന ഹോർമോണുകൾ ഞാൻ നേരത്തെ പറഞ്ഞു. ആന്റീരിയർ പിറ്റ്യൂട്ടറി ഹോർമോൺസ് കളക്റ്റീവ്ലി നമ്മൾ ട്രോപ്പിക് ഹോർമോൺസ് എന്നാണ് പറയുക. എന്താണ് ട്രോപ്പിക് ഹോർമോൺസ്? ട്രോപ്പിക് എന്ന് പറയുമ്പോൾ ദ മീനിങ് ഓഫ് ട്രോപ്പിക് ഈസ് വാട്ട്? സ്റ്റിമുലേറ്റിംഗ് എന്നാണ് അർത്ഥം. സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. സോ കുറച്ച് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണുകളാണ് നമ്മുടെ ആന്റീരിയർ പിറ്റ്യൂട്ടറി റിലീസ് ചെയ്യുന്നത് അർത്ഥം. ഓക്കെ, സോ യെസ്, ഓക്കെ. സോ ആന്റീരിയർ പിറ്റ്യൂട്ടറി റിലീസ് ചെയ്യുന്ന ഓരോ ഹോർമോണുകളെ സംബന്ധിച്ച് ഞാൻ പറയാൻ പോവാണ്. നമ്പർ വൺ ഈസ് ഗൊണാഡോട്രോപ്പിൻസ് എന്ന് പറയും. ഗൊണാഡോട്രോപ്പിൻസ് ഇത് നിങ്ങൾ എവിടെയും പഠിച്ചിട്ടുണ്ടെന്ന് അറിയോ? നിങ്ങളുടെ റീപ്രൊഡക്ഷൻ അല്ലേ? ഗൊണാഡോട്രോപ്പിൻസ് നമുക്ക് സിംപ്ലി GN എന്ന് വേണമെങ്കിൽ പറയാം. ഗൊണാഡോട്രോപ്പിൻസ്. ഓക്കെ, ഗൊണാഡോട്രോപ്പിൻസ് നമുക്ക് രണ്ടാളുകളുണ്ട്. ഒന്ന് നമ്മുടെ LH ഉണ്ട്, രണ്ട് നമ്മളെ FSH ഉണ്ട്. ഓക്കെ, രണ്ട് FSH ഉണ്ട്. നമ്പർ ടു ഈസ് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഈ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണുകളെ ട്രോപ്പിൻസ് എന്ന് പറയും. ഇത് ഗൊണാഡോട്രോപ്പിൻസ് എന്ന് പറയും. ഗൊണാഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആണ്. ഇതിനെ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ നമുക്ക് തൈറോട്രോപ്പിൻ എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. സോ പക്ഷേ കളക്റ്റീവ്ലി നമ്മൾ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്നാണ് പറയുക. നമ്പർ ത്രീ ഈസ് ഗ്രോത്ത് ഹോർമോൺ. പക്ഷേ ഗ്രോത്ത് ഹോർമോൺ എന്തല്ല, ഒരു ട്രോപ്പിക് ഹോർമോൺ അല്ല, ഒരു ഡയറക്ട്ലി ആക്ടിംഗ് ഹോർമോൺ ആണ്. ദാറ്റ് ഈസ് കാൾഡ് ഗ്രോത്ത് ഹോർമോൺ. ഓക്കെ, നമ്പർ ഫോർ ഈസ് ACTH. ACTH എന്ന് പറയുന്നത് അഡ്രിനൽ കോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺ എന്നാണ്. ഓർ അഡ്രിനോ കോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺ എന്ന് പറയുമ്പോൾ അഡ്രിനൽ ഗ്ലാൻഡിൽ രണ്ട് പോർഷൻ ഉള്ളത്. അഡ്രിനൽ കോർട്ടെക്സ് ഉണ്ട് ഔട്ടർ, അഡ്രിനൽ മെഡുല ഉണ്ട് ഇന്നർ. ഈ അഡ്രിനൽ കോർട്ടെക്സ്, ഔട്ടർ അഡ്രിനൽ കോർട്ടെക്സിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് ചില ഹോർമോണുകളെ പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ACTH ഹോർമോൺ വരുന്നത്. ഓക്കെ, പിന്നെ നമ്പർ ഫൈവ് ഉള്ളത് നമുക്ക് പ്രൊലാക്റ്റിൻ എന്ന് പറഞ്ഞ ഒരു ഹോർമോൺ ആണ്. എന്താണ്? പ്രൊലാക്റ്റിൻ. ആൻഡ് ലാസ്റ്റ് നമ്പർ 6 നമുക്ക് പറയാനുള്ളത് മെലനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, അല്ലെങ്കിൽ ഒരു ട്രോപ്പിക് ഹോർമോൺ ആണ്. ദാറ്റ് ഈസ് മെലനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഓക്കെ, സോ ആന്റീരിയർ പിറ്റ്യൂട്ടറി റിലീസ് ചെയ്യുന്ന ഇത്തരം ഹോർമോണുകൾ ഉണ്ടെങ്കിൽ അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ അതിനെ റിലീസ് ചെയ്യിപ്പിക്കാനും അതിനെ ഇൻഹിബിറ്റ് ചെയ്യിപ്പിക്കാനും ചില ഹോർമോണുകൾ വരുന്നുണ്ട്. അതാണ് ആര് റിലീസ് ചെയ്യുന്നത്? നമ്മുടെ ഹൈപ്പോതലാമസ് റിലീസ് ചെയ്യിപ്പിക്കുന്നത്. ക്ലിയർ അല്ലേ? സോ റിലീസിങ് ഹോർമോണുകളാണ് നമ്മൾ ആദ്യം പറയുന്നത്. റിലീസിങ് ഹോർമോണും ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് ഇൻഹിബിറ്റിംഗ് ഹോർമോണുകളുണ്ട്. സോ ഇൻഹിബിറ്റിംഗ് ഹോർമോൺ ആസ് വെൽ ആസ് റിലീസിങ് ഹോർമോണുകളെ സംബന്ധിച്ചാണ് നമുക്ക് അറിയേണ്ടത്. സോ ഗൊണഡോട്രോപ്പിൻസിനെ റിലീസ് ചെയ്യുന്ന ഹോർമോൺ നമുക്ക് കളക്ട് ചെയ്ത് GnRH എന്ന് പറയാം. ഇതിന് GnIH എന്ന് പറയാം. സിമ്പിൾ അല്ലേ? GnRH എന്ന് പറയുമ്പോൾ ഗൊണഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ ആയിരിക്കും. GnIH ഗൊണഡോട്രോപ്പിൻ ഇൻഹിബിറ്റിംഗ് ഹോർമോൺ ആയിരിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ, സോ റിലീസിംഗ് ഹോർമോൺ ഉണ്ട്, ഇൻഹിബിറ്റിംഗ് ഹോർമോൺ ഉണ്ട്. സോ GnRH ഉണ്ട്, GnIH ഉണ്ട്. ഇനി തൈറോയിഡിനെ TSHനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുന്ന ഹോർമോണിനെ നമ്മൾ കളക്റ്റീവായിട്ട് തൈറോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ എന്ന് പറയാം, അല്ലെങ്കിൽ ഇവിടെ തൈറോട്രോപ്പിൻ ഇൻഹിബിറ്റിംഗ് ഹോർമോൺ എന്ന് പറയാം. കാരണം എന്താ? ഇത് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണെ കംപ്ലീറ്റ്ലി നമ്മൾ ട്രോപ്പിൻ അല്ലെങ്കിൽ ട്രോപ്പിക് ഹോർമോൺ എന്നാണ് പറയുക. സോ TSH is equal to thyroid stimulating hormone as well as thyrotropin എന്നാണ് TSHനെ നമ്മൾ പറയുക. Okay, so TSH is also called thyrotropin. So ആ തൈറോട്രോപ്പിനെ റിലീസ് ചെയ്യുന്ന ഹോർമോണുകൾ തൈറോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ, അല്ലെങ്കിൽ നമുക്ക് സിംപിളി എന്തും പറയാം, TSH റിലീസിംഗ് ഹോർമോൺ എന്ന് പറയാം അല്ലേ? പക്ഷേ കളക്റ്റീവായിട്ട് TRI എന്നാണ് പറയുക. ഓക്കെ, ഇവിടെ TSH ഇൻഹിബിറ്റിംഗ് ഹോർമോൺ എന്ന് പറയാം. ഇനി ഗ്രോത്ത് ഹോർമോൺ എന്തായിരിക്കും? ഗ്രോത്ത് ഹോർമോൺ റിലീസിംഗ് ഹോർമോൺ ഉണ്ട്, അതേപോലെ തന്നെ ഗ്രോത്ത് ഹോർമോൺ ഇൻഹിബിറ്റിംഗ് ഹോർമോൺ ഉണ്ട്. ഈ ഗ്രോത്ത് ഹോർമോൺ ഇൻഹിബിറ്റിംഗ് ഹോർമോൺ നമ്മൾ സൊമറ്റോസ്റ്റാറ്റിൻ എന്ന് പറയാറുണ്ട്. സൊമറ്റോസ്റ്റാറ്റിൻ NCERT ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, എന്നാലും ഇതൊരു മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ACTH റിലീസിംഗ് ഹോർമോൺ, ACTH RH ഉണ്ട്, ACTH IH ഉണ്ട്. ഈ പ്രൊലാക്റ്റിന് റിലീസ് ചെയ്യുന്ന ഹോർമോൺ പ്രൊലാക്റ്റിൻ റിലീസിംഗ് ഹോർമോൺ, ഇത് പ്രൊലാക്റ്റിൻ ഇൻഹിബിറ്റിംഗ് ഹോർമോൺ ഉണ്ട്. പിന്നെ മെലനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ നമ്മൾ MSH റിലീസിംഗ് ഹോർമോൺ എന്നും പറയാം. പിന്നെ ഇവിടെ തൈറോയിഡ് റിലീസിംഗ് ഹോർമോൺ ആണ് അല്ലേ, TRH ആണ്. ഓക്കെ, ഇവിടെ MSH-IH എന്നും പറയാം. മെലനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഇൻഹിബിറ്റിംഗ് ഹോർമോൺ, അല്ലെങ്കിൽ മെലനോട്രോപ്പിൻ
റിലീസിംഗ് ഹോർമോൺ എന്ന് പറയാം, ഓർ മെലനോട്രോപ്പിൻ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്നും പറയാം. ഐ മീൻ മെലനോട്രോപ്പിൻ ഇൻഹിബിറ്റിംഗ് ഹോർമോൺ എന്ന് പറയാം. എങ്ങനെയും പറയും. ഓക്കെ, വാട്ട് എവർ മൈ പോയിന്റ് ഈസ് റിലീസിംഗ് ഹോർമോൺസുകളും ഇൻഹിബിറ്റിംഗ് ഹോർമോൺസുകളും റിലീസ് ചെയ്യപ്പെടുന്നത് ആന്റീരിയർ പിറ്റ്യൂട്ടറിയിലേക്കാണ്. എന്തിനാണ് റിലീസ് ചെയ്യപ്പെടുന്നത്? ആന്റീരിയർ പിറ്റ്യൂട്ടറി റിലീസ് ചെയ്യുന്ന കുറച്ച് ഹോർമോൺസുകൾ ഉണ്ട്. അതിനെ ഐദർ സ്റ്റിമുലേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇൻഹിബിറ്റ് ചെയ്യാം. ഐദർ റിലീസ് ചെയ്യിപ്പിക്കാം അല്ലെങ്കിൽ ഇൻഹിബിറ്റ് ചെയ്യിപ്പിക്കാം. അതാണ് നമ്മൾ ആര് റിലീസ് ചെയ്യുന്നത്? ഹൈപ്പോതലാമസ്. എങ്ങോട്ട് റിലീസ് ചെയ്യിപ്പിക്കുന്നത്? ആന്റീരിയർ പിറ്റ്യൂട്ടറിയിലേക്ക് റിലീസ് ചെയ്യുന്നത്. ഏതിലൂടെ റിലീസ് ചെയ്യിക്കുന്നു? നമ്മുടെ ത്രൂ പോർട്ടൽ സിസ്റ്റം. ത്രൂ പോർട്ടൽ സിസ്റ്റത്തിലൂടെ റിലീസ് ചെയ്യുന്നു. ഇനി നമുക്കറിയാം, ഇനി നമ്മൾ ഹൈപ്പോതലാമസ് റിലീസ് ചെയ്യുന്ന പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിലേക്ക് റിലീസ് ചെയ്യിപ്പിക്കുന്ന ഹോർമോൺസുകൾ ത്രൂ ന്യൂറൽ സിസ്റ്റം ആണ് വരുന്നത്. ആ ന്യൂറൽ സിസ്റ്റം വരുന്നത് ഏതൊക്കെയാണ്? രണ്ട് ഹോർമോണുകളാണ്, ഓക്സിറ്റോസിൻ ആൻഡ് വാസോപ്രസിൻ. ഓക്സിറ്റോസിൻ ആൻഡ് വാസോപ്രസിൻ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്സിറ്റോസിൻ ആൻഡ് വാസോപ്രസിൻ. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. സോ നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത് നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ്. സോ നമ്മുടെ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഈസ് അണ്ടർ ഡയറക്റ്റ് ന്യൂറൽ കൺട്രോൾ ആണ്. പക്ഷേ ആന്റീരിയർ പിറ്റ്യൂട്ടറി ഈസ് അണ്ടർ ദ സർക്കുലേറ്ററി സിസ്റ്റം ഓർ പോർട്ടൽ സിസ്റ്റം ആണ് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ഇതുവരെ പറയാനുള്ളത്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ഏതായിരിക്കും? ഒബ്വിയസ്ലി നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആയിരിക്കും. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. സോ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലെ കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്നിരുന്നാലും കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാം. സോ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു പെർട്ടിക്കുലർ ഫിഗർ ഓക്കെ ഇതിലുണ്ട്. സോ യെസ്, ദിസ് ഫിഗർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് ഞാനിപ്പോൾ ആൾമോസ്റ്റ് വരച്ചതാണ് കേട്ടോ. ഇതിൽ കറക്റ്റ് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. ഏത് കാണുന്നുണ്ട്? കണ്ടോ? നമ്മുടെ ഹൈപ്പോതലാമസ് ആണ് ഈ കാണുന്നത്. ഹൈപ്പോതലാമിക് ന്യൂറോൺസുകളാണ് ഈ കാണുന്നത്. നമ്മൾ ന്യൂക്ലിയസ് എന്നൊക്കെ പറഞ്ഞു അല്ലേ? അത് കറക്റ്റ് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിലേക്ക് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിലേക്ക് ഡയറക്റ്റ് ന്യൂറൽ കൺട്രോൾ കണ്ടോ? ഡയറക്റ്റ് ന്യൂറൽ. പക്ഷെ ഇവിടെ കണ്ടോ? പോർട്ടൽ സിസ്റ്റം ഓഫ് സർക്കുലേഷനിലൂടെയാണ് ആന്റീരിയർ പിറ്റ്യൂട്ടറിയിലേക്ക് വരുന്നത്. ഇതല്ലേ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളൂ. പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഡയറക്റ്റ് എങ്ങോട്ടേക്ക് കണക്റ്റഡ് ആണ്? നമ്മുടെ ഹൈപ്പോതലാമസിലേക്ക് കണക്ട്. അത് എന്തുകൊണ്ട് അങ്ങനെ വരുന്നത് അറിയോ? പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിന്റെ ഡെവലപ്മെന്റ് പറയുമ്പോൾ അത് ബ്രെയിനിൽ നിന്ന് താഴോട്ട് ഡെവലപ്പ് ചെയ്യുന്ന, ആന്റീരിയർ പിറ്റ്യൂട്ടറി നമ്മളെ ടങ്ങിന്റെ പോർഷനിൽ നിന്ന് മേലോട്ട് ഡെവലപ്പ് ചെയ്തിട്ട് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിന്റെ ഭാഗത്തേക്ക് കള്ളി പിടിച്ച് നിൽക്കുന്നതുകൊണ്ടാണ്. അതൊന്നും വേണ്ട നമുക്ക്. വാട്ട് എവർ മൈ പോയിന്റ് ഈസ് anterior pituitary is anterior pituitary is controlled by the portal system, but posterior pituitary is controlled by the neural system directly. അത്രയേ ഉള്ളൂ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. സോ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നമുക്ക് പറയാനുള്ള കാര്യം, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് പറയുന്നത് ഫസ്റ്റ്ലി പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് നമ്മുടെ ബ്രെയിനിന്റെ അകത്ത് എവിടെയാണ് ഉള്ളത് എന്നുള്ളത്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എവിടെയാണുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആക്ച്വലി സ്പീക്കിംഗ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെയും കാണുന്ന നമ്മുടെ സ്ഫിനോയിഡ് എന്ന് പറഞ്ഞ ബോൺ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സ്ഫിനോയിഡ് ബോൺ ബ്രെയിൻ്റെ അകത്തേക്കുള്ള ഒരു ഇൻട്രാക്രാനിയൽ ബോണാണ്. ആ സ്ഫിനോയിഡ് ബോണിന്റെ അകത്ത് ഒരു ക്യാവിറ്റി ഉണ്ട്. ആ ക്യാവിറ്റിന്റെ അകത്താണ് നമ്മുടെ ആര് കിടക്കുന്നത്? നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് കിടക്കുന്നത്. ആൻഡ് ദിസ് ക്യാവിറ്റി ഈസ് കാൾഡ് ആസ് സെല്ല ടെർസിക്ക എന്ന് പറയാറുണ്ട്. സോ സെല്ല ടെർസിക്ക ഈസ് ദ ഓപ്പണിംഗ്, ഈസ് ദ ഏരിയ. സെല്ല ടെർസിക്ക. Okay, so sella turcica is the bony cavity in which the pituitary gland is inserted എന്ന് നമുക്ക് പറയാം. Clear അല്ലേ? That is the importance. And pituitary gland ന്റെ ഈ ഒരു classification is also very very important. ഞാൻ നേരത്തെ പറഞ്ഞു pituitary gland ന്റെ ഏരിയ കറക്റ്റ്ലി അറിയണം കേട്ടോ. സോ അത് നമുക്ക് നോക്കാം. ഇതേതായിരിക്കും ഈ ഒരു ഏരിയ? യെസ്, ഏതായാലും ഈ ഡോട്ടഡ് ഏരിയ നമ്മുടെ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ആയിരിക്കും. അതിൽ നമുക്ക് കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ. പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി. ഈ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിക്ക് വേറെ പേരുണ്ട്. എന്താണെന്നറിയോ? പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഈസ് ആൾസോ കാൾഡ് ന്യൂറോ ഹൈപ്പോഫൈസിസ്. എന്താണ്? ന്യൂറോ hypophysis. Posterior pituitary is also called a neurohypophysis. That is very important. And നമ്മുടെ anterior pituitary, correctly saying anterior pituitary ന്റെ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു പോർഷൻ ഇത്രയും പോർഷൻ എന്ന് പറയുമ്പോൾ ഞാനിവിടെ മാർക്ക് ചെയ്യാം. ഇത്രയും പോർഷൻ ആക്ച്വലി സ്പീക്കിംഗ് ഇത് നമ്മുടെ ഒരു പാർസ് ഇന്റർമീഡിയ എന്ന് പറഞ്ഞൊരു പോർഷനാണ്. എന്താണ്? പാർസ് intermedia. This is pars intermedia.
Okay, pars intermedia. And what is this? This is called pars distalis എന്ന് പറയും. pars distalis. ഈ pars distalis ആണ് correctly saying നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്? anterior pituitary. Okay, anterior pituitary. സോ പാസ് ഡിസ്റ്റാലിസ് ഇതിന് രണ്ടിനും കൂടെ കളക്റ്റീവായിട്ട്, അതായത് നമ്മുടെ പാസ് ഡിസ്റ്റാലിസും പാസ് ഇന്റർമീഡിയറ്റും കളക്റ്റീവായിട്ട് നമ്മൾ എന്ത് പറയും? നമ്മൾ അഡിനോ ഹൈപ്പോഫൈസിസ് എന്ന് പറയും. എന്താണ്? അഡിനോ ഹൈപ്പോഫൈസിസ്. സോ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അഡിനോ ഹൈപ്പോഫൈസിസ് എന്ന് പറയുന്നത് നമ്മുടെ ആന്റീരിയർ പിറ്റ്യൂട്ടറിയും പാർസ് ഇന്റർമീഡിയ ആണ്. ഈ ന്യൂറോ ഹൈപ്പോഫൈസിസിന് നമ്മൾ വേറെ ഒരു പേരുണ്ട്. ന്യൂറോ ഹൈപ്പോഫൈസിസ് ഈസ് ആൾസോ കാൾഡ് പാർസ് നെർവോസ എന്നും പറയാറുണ്ട്. എന്താണ്? പാർസ് നെർവോസ. ഓക്കെ, പാർസ് നെർവോസ. എൻസിആർടിയിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇൻ ഹ്യൂമൻ ബീങ്സ് ദിസ് പാർസ് ഇന്റർമീഡിയ ഈസ് ആൾമോസ്റ്റ് joined or merged with pars distalis എന്ന് കൊടുത്തിട്ടുണ്ട്. സോ പാർസ് മാർക്ക് ചെയ്ത് പാർസ് ഡിസ്റ്റാലിസ് ഉണ്ട്, പാർസ് ഇന്റർമീഡിയ ഉണ്ട്, പിന്നെ പാർസ് നെർവോസ ഉണ്ട്. ന്യൂറോ ഹൈപ്പോഫൈസിസ് ഓർ പാർസ് നെർവോസ, ഇതാണ് അതിന്റെ ഒരു സെക്രീഷൻസ്. കറക്റ്റ്. ഓക്കെ, ഐ മീൻ സെക്രീഷൻസ് അല്ല, പാർട്സ് ഓഫ് ദ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. പാർസ് ഡിസ്റ്റാലിസ് ഉണ്ട്. പാർസ് ഡിസ്റ്റാലിസ് ആണ് കറക്റ്റ്ലി സെയിങ് നമ്മുടെ ആന്റീരിയർ പിറ്റ്യൂട്ടറി ആയിട്ട് കൺസിഡർ ചെയ്തത്. പക്ഷേ നമുക്ക് ഒരു ചെറിയ പോർഷൻ ആയിട്ട് ഏതുണ്ട്? നമ്മുടെ ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ഉണ്ട്. ദാറ്റ് ഇന്റർമീഡിയറ്റ് പോർഷൻ ഈസ് ആൾസോ കാൾഡ് പാർസ് ഇന്റർമീഡിയ. ഓക്കെ, ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. ഇനി നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ സെക്രീഷൻസ്, ജസ്റ്റ് നമ്മുടെ ഹോർമോൺസുകളുടെ സെക്രീഷൻസ് മാത്രം ഞാൻ ഒന്ന് കളക്റ്റീവായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞതാണ്, എന്നിരുന്നാലും ഒന്ന് എഴുതി വെക്കാം. ഹോർമോൺസ് നമുക്ക് കറക്റ്റ്ലി സെയിങ് ആന്റീരിയർ പിറ്റ്യൂട്ടറി റിലീസ് ചെയ്യുന്ന ഹോർമോണുകളെയാണ് ആദ്യം അറിയേണ്ടത്. ആന്റീരിയർ പിറ്റ്യൂട്ടറി എന്ന് പറയുമ്പോൾ നമ്മുടെ കറക്റ്റ്ലി സെയിങ് നമ്മുടെ പാർസ് ഡിസ്റ്റാലിസ്, അല്ലെ? പാർസ് ഡിസ്റ്റാലിസ് റിലീസ് ചെയ്യുന്ന ഹോർമോണുകൾ, പാർസ് ഡിസ്റ്റാലിസ്. സോ നമുക്കറിയാം പാർസ് ഡിസ്റ്റാലിസ്, ആന്റീരിയർ പിറ്റ്യൂട്ടറി ഓർ പാർസ് ഡിസ്റ്റാലിസ് റിലീസ് ചെയ്യുന്ന ഹോർമോൺ എന്ന് പറയുന്നത് നമ്പർ 1 ഈസ് ഗ്രോത്ത് ഹോർമോൺ, നമ്പർ 2 ഈസ് prolactin, നമ്പർ 3 ഈസ് തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, നമ്പർ 4 ഈസ് adrenocorticotropic hormone, ACTH. Number 5 is LH and number 6 is FSH, LH and FSH. Okay, so anterior pituitary കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പാർസ് ഡിസ്റ്റാലിസ് കഴിഞ്ഞു. സോ നെക്സ്റ്റ് നമുക്ക് ഇതുണ്ട്, നമ്മുടെ പാർസ് ഇന്റർമീഡിയ. സോ പാർസ് ഇന്റർമീഡിയ റിലീസ് ചെയ്യുന്ന ഒരേ ഒരു ഹോർമോണേ ഉള്ളൂ. ദാറ്റ് ഈസ് കാൾഡ് MSH or melanocyte stimulating hormone. ഓക്കെ, സോ ഇത് രണ്ടും നമുക്ക് ഏതാ? ഈ ആന്റീരിയർ പിറ്റ്യൂട്ടറിയും പാർസ് ഡിസ്റ്റാലിസും പാർസ് ഇന്റർമീഡിയ ആണ് നമ്മൾ ഏതായിട്ട് കൺസിഡർ ചെയ്യുന്നത്? അഡിനോ ഹൈപ്പോഫൈസിസ്. സോ അഡിനോ ഹൈപ്പോഫൈസിസ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഏതാ ഉള്ളത്? നമ്മുടെ ന്യൂറോ ഹൈപ്പോഫൈസിസ് അല്ലേ? സോ ന്യൂറോ ഹൈപ്പോഫൈസിസ് നമുക്ക് രണ്ട് പേര് ഇപ്പൊ ന്യൂറോ ഹൈപ്പോഫൈസിസിന് കൊടുക്കാം. ന്യൂറോ ഹൈപ്പോഫൈസിസ് ഈസ് ആൾസോ കാൾഡ്, യെസ്, ഏതൊക്കെയാ? പാർസ് നെർവോസ. ആ പേര് മാറരുത്, നെർവോസ, ന്യൂറോൺ അല്ലെ, നെർവോസ. ഓർ ദിസ് ഈസ് ആൾസോ കാൾഡ് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി. ഇവര് റിലീസ് ചെയ്യുന്ന ഹോർമോൺ ഏതാ? ദാറ്റ് ഈസ് വി ഹാവ് ടോൾഡ് ഓക്സിറ്റോസിൻ ആൻഡ് വാസോപ്രസിൻ. ക്ലിയർ അല്ലേ? സോ ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ അഡിനോ ഹൈപ്പോഫൈസിസ് നമ്മൾ കാണിച്ച ഈ അഡിനോ ഹൈപ്പോഫൈസിസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു ടോട്ടലി പാർസ് ഡിസ്റ്റാലിസ് ഉണ്ട്, പാർസ് ഇന്റർമീഡിയ ഉണ്ട്. ഈ ഒരു പോർഷനെയാണ് അഡിനോ ഹൈപ്പോഫൈസിസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഹോർമോണുകളെ നമ്മൾ ഇപ്പോൾ കാണിച്ചു. ദാറ്റ് ഈസ് നമ്മുടെ ആന്റീരിയർ പിറ്റ്യൂട്ടറിന് കറക്റ്റ്ലി ഇത്രയും ഈ ഹോർമോൺസുകളുണ്ട്. പാർസ് ഇന്റർമീഡിയ ഒരേ ഒരു ഹോർമോൺ MSH. ആൻഡ് നമ്മൾ ഈ ഒരു പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി, ഐ മീൻ ഡയറക്ട്ലി ആര് റിലീസ് ചെയ്ത് കൊടുക്കുന്നതാണ്? നമ്മുടെ ഹൈപ്പോതലാമസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് റിലീസ് ചെയ്ത് കൊടുക്കുന്ന ഹോർമോണുകളാണ്. അത് എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്? ന്യൂറോ ഹൈപ്പോഫൈസിസിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഇത് ന്യൂറോ ഹൈപ്പോഫൈസിസിൽ ചില ആവശ്യമുള്ള സമയത്ത് മാത്രം റിലീസ് ചെയ്യപ്പെടുന്നു നമ്മുടെ ബോഡിയിൽ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇതിൽ ഓരോ ഹോർമോണുകളെ സംബന്ധിച്ചു നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറയണം. ഓക്കെ, സോ നമുക്ക് ഓരോന്നോരോന്നിട്ട് നോക്കാം. ആദ്യം നമുക്ക് പറയാനുള്ളത് ഗ്രോത്ത് ഹോർമോൺ ആണ്. സോ ഫസ്റ്റ് ലെറ്റ്സ് സീ
ഒന്നുമില്ല, ഗ്രോത്ത് ഹോർമോൺ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലെ നോർമൽ ഗ്രോത്ത് ഡെവലപ്മെന്റിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺ ആണ് അല്ലേ. അപ്പൊ ഈ ഹോർമോൺ ഓവർ സെക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറയും ഈ ഹോർമോൺ ഓവർ സെക്രീഷൻ ലീഡ്സ് ടു അബ്നോർമൽ ഗ്രോത്ത് ഓഫ് ദ ബോഡി, ദാറ്റ് ഈസ് കാൾഡ് ജൈജാൻറ്റിസം. എസ്പെഷ്യലി ഇത് ചൈൽഡ്ഹുഡിലാണ് കേട്ടോ. ചൈൽഡ്ഹുഡിൽ സോ ഓവർ സെക്രീഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺ റിലീസസ് അബ്നോർമൽ ഗ്രോത്ത് ലീഡിങ് ടു ജൈജാൻറ്റിസം. സോ നല്ലോണം പ്രൊഡ്യൂസ് ചെയ്താൽ ജൈജാൻറ്റിസം. ആൻഡ് നമ്മുടെ കുറച്ച് ഗ്രോത്ത് ഹോർമോൺ പ്രൊഡക്ഷൻ ലീസ്റ്റ് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലോ സെക്രീഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺ റിസൾട്ട്സ് ഇൻ സ്റ്റണ്ടഡ് ഗ്രോത്ത് എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് കാൾഡ് ഡ്വാർഫിസം. ഡ്വാർഫിസം എന്ന ഏരിയയിൽ എൻസിആർടിയിൽ പിറ്റ്യൂട്ടറി ഡ്വാർഫിസം എന്ന് കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് പിറ്റ്യൂട്ടറി ഡ്വാർഫിസം എന്ന് തന്നെ പറയുന്നത്? ഡ്വാർഫിസം കോസ് ചെയ്യുന്ന വേറൊരു ഹോർമോൺ, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, നമ്മുടെ തൈറോയ്ഡ് ഹോർമോൺ ആണ്. ഓക്കെ. ആൻഡ് നമ്മൾ എൻസിആർടിയിൽ ഇപ്പോൾ ഒരു പുതിയ ഒരു അഡീഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ഹയർ സെക്രീഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺ ഇൻ അഡൾട്ട്ഹുഡ്. ഇതൊക്കെ നമ്മൾ ചൈൽഡ്ഹുഡിലാണ്, കുട്ടികളുള്ളതാണ് ഈ ഒരു. പക്ഷേ വലിയ ആളുകളായിട്ട് അഡൾട്ട്ഹുഡിൽ ഈ ഒരു ഗ്രോത്ത് ഹോർമോൺ കൂടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും പ്രശ്നം? ഗ്രോത്ത് ഹോർമോൺ കൂടിക്കഴിഞ്ഞാൽ ദാറ്റ് വിൽ ലീഡ്സ് ടു എൻ അബ്നോർമാലിറ്റി വിച്ച് ഇസ് കാൾഡ് അക്രോമെഗാലി എന്ന് പറയും. അക്രോമെഗാലി. ഓക്കെ. അക്രോമെഗാലിയിൽ സാധാരണഗതിയിൽ ബോഡി ഒരു ഡിസ്ഫിഗേർഡ് ആണ്. എസ്പെഷ്യലി നമ്മുടെ ഫേസിലൊക്കെ ഡിസ്ഫിഗർമെന്റ് ആണ്. നമ്മൾ ഈ ജോസ് ഒക്കെ ഉണ്ടല്ലേ, വലിയ ജോ ആയി മാറും. പിന്നെ ബോഡിയിൽ ഹെയർസിന്റെ ഗ്രോത്ത് കൂടും. സോ അക്രോമെഗാലി എന്നുള്ള ടേം എൻസിആർടിയിൽ പുതിയതായിട്ട് വന്നതാണ്. അക്രോമെഗാലി is the term which denotes the clinical condition which result due to the overproduction of growth hormone in adulthood. That is very important, adulthood. Okay. പക്ഷെ ഇത് ചൈൽഡ്ഹുഡിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഈ ഒരു ചൈൽഡ് ജൈജാൻറ്റിസം രൂപത്തിലേക്ക് പോകുന്നു. പക്ഷെ ഇത് കുറവാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ഡ്വാർഫിസം ആയിരിക്കും ആ കുട്ടിയെ ബാധിക്കുക. ഓക്കെ. പിറ്റ്യൂട്ടറി ഡ്വാർഫിസം എന്നാണ് പറയുക. നമ്മൾ ഗിന്നസ് പക്രു പോലെ അല്ലേ, എക്സാമ്പിൾ ഗിന്നസ് പക്രുവിനുള്ളത് പിറ്റ്യൂട്ടറി ഡ്വാർഫിസം തന്നെയാണ്. ആൻഡ് വാട്ട് ഇസ് ദ ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ ഡ്വാർഫിസം വിച്ച് ക്യാൻ ഹാപ്പൻ ബിക്കോസ് ഓഫ് തൈറോയ്ഡ് ആൾസോ? തൈറോയ്ഡ് കുറഞ്ഞു കഴിഞ്ഞാലും ഈ ഡ്വാർഫിസം വരുമെന്ന് ഞാൻ പറഞ്ഞു. സോ ഡ്വാർഫിസം തൈറോയ്ഡ് കാരണം വരുന്ന ഡ്വാർഫിസം എന്ന് പറയുന്നത് ഡ്വാർഫിസം മാത്രമല്ല, ആ കുട്ടിക്ക് IQ കുറവായിരിക്കും, ആ കുട്ടീൻ്റെ മെന്റൽ ഡെവലപ്മെന്റ് കുറവായിരിക്കും. മെന്റലി കുട്ടി ചിലപ്പോൾ റിട്ടാർഡഡ് ആവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ പിറ്റ്യൂട്ടറിക്ക് ആ പ്രശ്നം ഉണ്ടോ? പിറ്റ്യൂട്ടറി ഡ്വാർഫിസം വന്നു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടീൻ്റെ ഹൈറ്റ് മാത്രമേ, നമ്മൾ ഗിന്നസ് പക്രു മൂപ്പർക്ക് വേറെ ഒരു കുഴപ്പമില്ല, മൂപ്പരുടെ ഹൈറ്റ് മാത്രമേ ഒരു പ്രശ്നമുള്ളൂ അല്ലേ, ആ ഹൈറ്റ് കുറവ് മാത്രമേ ഉള്ളൂ. സോ പിറ്റ്യൂട്ടറി ഡ്വാർഫിസം ഈസ് ദ കണ്ടീഷൻ വിച്ച് അങ്ങനെ മെഡിക്കലി പറയാറുണ്ട്. ഓക്കെ. സോ പിറ്റ്യൂട്ടറി ഡ്വാർഫിസത്തിൽ എന്ത് കുറവാണ്? ഹൈറ്റ് കുറവാണ്. പക്ഷേ തൈറോയ്ഡ് ഡ്വാർഫിസം മാത്രമല്ല, വേറെയും കുറേ ഫീച്ചേഴ്സ് നമ്മൾ പറയും. ഡെഫ് മ്യൂട്ടിസം, മെന്റലി റിട്ടാർഡേഷൻ, ഇന്റലിജൻസ് കോഷ്യൻ വിൽ ബി ലോ, അതൊക്കെ കുറവായിരിക്കും നമ്മുടെ ഇതിൽ. ഓക്കെ. ഇതിൽ തൈറോയ്ഡ് ഡ്വാർഫിസം. സോ നമ്മൾ ഗ്രോത്ത് ഹോർമോൺ കഴിഞ്ഞു. നെക്സ്റ്റ് ഹോർമോൺ ഏതാ? യെസ്, പ്രൊലാക്റ്റിൻ ആണ്. ഈ പ്രൊലാക്റ്റിൻ ഈസ് റെസ്പോൺസിബിൾ രണ്ട് കാര്യമാണ് ഫോർ ദ ഗ്രോത്ത് ഓഫ് മാമറി ഗ്ലാൻഡിന്റെ ഗ്രോത്തിനും ആൻഡ് ആൾസോ ഫോർമേഷൻ ഓഫ് മിൽക്ക് ഇൻ ദ മാമറി ഗ്ലാൻഡ്. ഫോർമേഷൻ ഓഫ് മിൽക്ക് അല്ലേ. അതുകൊണ്ടാണ് ഈ പ്രൊലാക്റ്റിൻ ഹോർമോൺ സാധാരണഗതിയിൽ കൂടും. എപ്പോന്നറിയോ? നമ്മൾ ഈ ഡെലിവറിക്ക് ശേഷം ആദ്യത്തെ ഇനീഷ്യൽ 6 മന്തിൽ ഈ സാധനം നല്ല കൂടുതലായിരിക്കും അല്ലേ. ഈ സാധനം നല്ല കൂടുതലാവുന്നത് കൊണ്ടാണ് മദറിന് നല്ല മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള റീസൺ. ഈ പ്രൊലാക്റ്റിന് നമ്മുടെ പ്രൊജസ്ട്രോൺ ഒരു ഇൻഹിബിറ്റിംഗ് ആക്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു, നിങ്ങൾ റീപ്രൊഡക്ഷനിൽ പഠിക്കും, റീപ്രൊഡക്ഷനിൽ നമ്മൾ ലാക്ടേഷണൽ അമിനോറിയ എന്ന് പറയും അല്ലേ, ലാക്ടേഷണൽ അമിനോറിയ, അതിനൊക്കെ റീസൺ ഒക്കെ പറയും. സോ അത്രയും ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകണ്ട. സോ പ്രൊലാക്റ്റിന്റെ ആക്ഷൻ ആണ് പറയുന്നത് സ്റ്റിമുലേഷൻ ഓഫ് ദ മാമറി ഗ്ലാൻഡ് ആൻഡ് ഫോർമേഷൻ ഓഫ് മിൽക്ക് ഇൻ ദം. ക്ലിയർ അല്ലേ? ആൻഡ് നെക്സ്റ്റ് ഏതാ ഉള്ളത്? നെക്സ്റ്റ് നമുക്ക് ഓക്കെ. നെക്സ്റ്റ് നമ്മുടെ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആണ് TSH. ഈ TSH എന്ന് പറയുന്നത് നമ്മുടെ തൈറോയിഡിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് തൈറോയിഡിൽ നിന്ന് തൈറോയ്ഡ് T3 T4 എന്ന് പറയുന്ന 2 ഹോർമോണുകളുണ്ട്. ഇത് ട്രൈ ഐഡോതൈറോണിൻ, ഇത് ടെട്രാ ഐഡോതൈറോണിൻ. ഈ 2 ഹോർമോണുകളെയും പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ഈ TSH, തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, അഥവാ നമുക്ക് തൈറോട്രോപ്പിൻ ഹോർമോൺ എന്ന് പറയാം. നെക്സ്റ്റ് നമുക്ക് ACTH പറയുന്നുണ്ട്. ACTH എന്ന് പറയുന്നത് അതിന്റെ പേര് ഞാൻ പറഞ്ഞു, അഡ്രിനോ കോർട്ടിക്കോട്രോപിക് ഹോർമോൺ, which will stimulate the adrenal cortex. അഡ്രിനൽ ഗ്ലാൻഡ് നമ്മൾ പറയും
ഔട്ടർ അഡ്രിനൽ കോർട്ടെക്സ് ഉണ്ട്. ഈ അഡ്രിനൽ കോർട്ടെക്സിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് സ്പെസിഫിക്കലി ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സുകളെ റിലീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തു. ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്, ഈ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സിന്റെ റോൾ എന്താണെന്നുള്ളത് നമ്മൾ പറയും. ഓക്കെ, നെക്സ്റ്റ് നമ്മളെ ഗൊണഡോട്രോപ്പിൻസ് ആണ്. ഗൊണഡോട്രോപ്പിൻസ് എന്ന് പറയുന്നത് നമുക്ക് രണ്ടാളുകളാണുള്ളത്. ഒന്ന് LH ഉണ്ട്, രണ്ട് FSH ഉണ്ട്. LH ആൻഡ് FSH. ഓക്കെ, ഇതിൽ LHന്റെയും FSHന്റെയും റോൾ നമുക്ക് സ്പെസിഫിക് ആയിട്ട് മെയിൽസിലും ഫീമെയിൽസിലും സെപ്പറേറ്റ് ആയിട്ട് തന്നെ പഠിക്കുകയാണ് നല്ലത്. ഓക്കെ, സോ LH ആൻഡ് FSH ഇത് നിങ്ങൾക്ക് അറിയാവുന്ന റീപ്രൊഡക്ഷൻ ചാപ്റ്ററിൽ നിങ്ങൾ ഇതിന്റെ റോളൊക്കെ കറക്റ്റ്ലി പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ആദ്യം നമുക്ക് FSH പറയാം. FSH. സോ ആദ്യം ഫീമെയിൽസിൽ നമ്മൾ നോക്കുന്നു, ദെൻ നമ്മൾ മെയിൽസിൽ നോക്കുന്നു. ഓക്കെ, FSHന്റെ റോള് നമ്മൾ പറയും ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്നാണ് അതിന്റെ പേര് അല്ലേ. ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി എന്തായിരിക്കും, ഫോളിക്കിൾസിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് അതിന്റെ ഒവേറിയൻ ഫോളിക്കിൾസിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് ഐ മീൻ ഗ്രോത്ത് ഓഫ് ദ ഫോളിക്കിൾസ്. നമ്മൾ പറയും ഫോളിക്കിൾസുകൾ ആദ്യം ഓവ ഇങ്ങനെയാണെങ്കിൽ അതിന് ചുറ്റും ഒവേറിയൻ ഫോളിക്കിൾസുകൾ വരുന്നു. ഈ ഒവേറിയൻ ഫോളിക്കിൾ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് പുതിയ സ്റ്റേജിലേക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, പ്ലീസ് എക്സ്ക്യൂസ്. ഓക്കെ, സോ FSHന്റെ പണി നമ്മൾ പറഞ്ഞു. FSH എന്ന് പറയുന്നത് ഫോളിക്കിൾസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ഈ ഫോളിക്കിൾസിനെ സ്റ്റിമുലേറ്റ് ചെയ്താൽ ഈ ഫോളിക്കിൾസിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഒരു ഹോർമോൺ ഉണ്ടല്ലോ, അതേതാ? യെസ്, ഈസ്ട്രോജൻ. സോ ഫോളിക്കിൾസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, സ്റ്റിമുലേറ്റ് ദ ഫോളിക്കിൾസ് ആൻഡ് ഹെൽപ്സ് ഫോർ ദ റിലീസ് ഓഫ് ദ ഈസ്ട്രോജൻ. ആൻഡ് യെസ്, മെയിൽസിൽ ഇതിന്റെ പണി എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, സ്പെർമറ്റോജെനിസിസിനെ റെഗുലേറ്റ് ദ സ്പെർമറ്റോജെനിസിസ് എന്ന് നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പം FSHന്റെ റോൾ പഠിച്ചല്ലോ. FSH ഇൻ ഫീമെയിൽസ് ഇറ്റ് ഹെൽപ്സ് ഫോർ ദ സ്റ്റിമുലേറ്റ് ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ദ ഒവേറിയൻ ഫോളിക്കിൾ. നമ്മൾ പറയും പ്രൈമറി ഫോളിക്കിൾ, സെക്കൻഡറി ഫോളിക്കിൾ, ടെറിഷറി ഫോളിക്കിൾ, ഗ്രാഫിയൻ ഫോളിക്കിൾ അല്ലെ, പിന്നെ കോർപ്പസ് ലൂട്ടിയം. ഈ ഒരു കൺവേർഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആളാണ്. അതേപോലെ തന്നെ ഈ ഫോളിക്കിൾസിൽ നിന്ന് ഈസ്ട്രോജൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. LH ലൂട്ടനൈസിംഗ് ഹോർമോൺ, നമുക്കറിയാം ലൂട്ടനൈസിംഗ് ഹോർമോൺ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഗ്രാഫിയൻ ഫോളിക്കിളിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് അതിനെ മെച്യൂർ ഫോളിക്കിളാക്കി മാറ്റുന്നു എന്ന് മാത്രമല്ല ഇതിൽ ഈ ഒവുലേഷൻ, ഗ്രാഫിയൻ ഫോളിക്കിൾ എന്ന് പറയുന്നത് നമ്മൾ പഠിക്കും. ഗ്രാഫിയൻ ഫോളിക്കിൾ എന്ന് പറയുന്നത് ഇതിപ്പോ ഓവയാണെങ്കിൽ ഇതിൽ നിന്ന് ഇങ്ങനെ കുറെ ഡെവലപ്പ് ചെയ്ത സാധനമാണ് ഗ്രാഫിയൻ ഫോളിക്കിൾ. ഇതിൽ നിന്ന് ഇതിനെ പൊട്ടിച്ചിട്ട് അതിൽ നിന്ന് ഓവനെ പുറത്തേക്ക് ഇട്ടു. ആ പുറത്തേക്ക് ഇടുന്ന പരിപാടി ഓവുലേഷൻ. ആ ഓവുലേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ഈ ലൂട്ടനൈസിംഗ് ഹോർമോൺ ആണ്. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഓവ പുറത്തേക്ക് പോയാൽ ഇതിന്റെ റെമനന്റ് യെലോയിഷ് ഡിസ്കളറേഷൻ ആയിട്ട് കോർപ്പസ് ലൂട്ടിയമായി മാറുന്നു. ആ കോർപ്പസ് ലൂട്ടിയത്തിൽ നിന്ന് പ്രൊജസ്ട്രോണ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ കോർപ്പസ് ലൂട്ടിയത്തിനെ സ്റ്റിമുലേറ്റ് മെയിൻറ്റെയിൻസ് ദ കോർപ്പസ് ലൂട്ടിയത്തിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതിൽ നിന്ന് പ്രൊജസ്ട്രോണ റിലീസ് ചെയ്യിപ്പിക്കാനും ആർക്ക് റോൾ ഉണ്ട്? ലൂട്ടനൈസിംഗ് ഹോർമോണിന്റെ റോൾ ഉണ്ട്. ആൻഡ് യെസ്, ഇൻ മെയിൽസ് ലൂട്ടനൈസിംഗ് ഹോർമോണിന്റെ റോൾ എന്താ? They helps for the release of androgens ആണ്. ആൻഡ്രോജൻസ് ഫ്രം ഏത് സെൽസാ? നമ്മൾ പറയും ലേഡിക് സെൽസ്, നമ്മളെ ഇൻഡസ്ട്രീഷ്യൽ സെൽസ് ഓർ ലേഡിക് സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് ലേഡിക് സെൽസ് എന്നാണ് അതിന് പറയുക. ഓക്കെ, നിങ്ങൾ റീപ്രൊഡക്ഷനിൽ പഠിച്ചിട്ടുണ്ടാവും. ഇൻസൈഡ് ദ ടെസ്റ്റിസ് ഒരുപാട് ടെസ്റ്റിക്കുലർ ട്യൂബ്യൂൾസ് ഉണ്ട്. അതിൽ സെമിനിഫറസ് ട്യൂബ്യൂൾസ് എന്ന് പറഞ്ഞ സ്ട്രക്ചർ ഉണ്ട്. ആ സെമിനിഫറസ് ട്യൂബ്യൂൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതിൽ എന്തുണ്ട്? അതിൽ ഇങ്ങനെ കാണുന്ന നമ്മുടെ സ്പെർമറ്റോസൈറ്റുകൾ ഉണ്ട്. പുറമെ എന്തുണ്ട്? കുറെ ലേഡിക് സെല്ലുകളുണ്ട്. ഓക്കെ, ഉള്ളിൽ കുറെ സ്പെർമറ്റോസൈറ്റുകൾ ഉണ്ട്. ഈ സ്പെർമറ്റോസൈറ്റിലാണ് ആര് പോയി റിലീസ് ചെയ്യുക, ആര് പോയി ഹെൽപ്പ് ചെയ്യുക, ആര് പോയി സ്റ്റിമുലേറ്റ് ചെയ്യുക? നമ്മൾ FSH സ്റ്റിമുലേറ്റ് ചെയ്യുക, which helps for the release of the sperm അല്ലെങ്കിൽ സ്പെർമറ്റോജെനിസിസ്. പക്ഷേ ഇടയിലുള്ള സെല്ലുകളാണ് ഇൻഡസ്ട്രീഷ്യൽ സെൽ ഓർ ലേഡിക് സെൽസ് എന്ന് പറയും. അവർ സ്റ്റിമുലേറ്റ് ചെയ്താൽ അവരിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെക്രീഷൻസ് എന്ന് പറയുന്നത് ആൻഡ്രോജൻസ് ആണ്. എസ്പെഷ്യലി ടെസ്റ്റോസ്റ്റിറോൺ ആണ്. ക്ലിയർ അല്ലേ? ഇത്രയാണ് നമുക്ക് ഈ ഗൊണഡോട്രോപ്പിൻസിനുമായി റിലേറ്റ് ചെയ്തിട്ട് പറയാനുള്ളത്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. നെക്സ്റ്റ് നമുക്ക് മെലനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആണ് MSH, മെലനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഒന്നുമില്ല, ദിസ് വിൽ സ്റ്റിമുലേറ്റ് ദ മെലനോസൈറ്റ് എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ബോഡിയിലെ മെലാനിൻ എന്ന് പറഞ്ഞ പിഗ്മെന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് അല്ലെ. നമ്മുടെ ബോഡിയിലെ ബ്ലാക്ക് ഡിസ്കളറേഷൻ അല്ലെങ്കിൽ
ഒരു ഡാർക്ക് ഡിസ്കളറേഷൻ കാരണമായിട്ടുള്ള മെലാനിൻ പിഗ്മെന്റ് ആണ്. സോ ആ മെലാനിൻ പിഗ്മെന്റിനെ ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ പിഗ്മെന്റേഷൻ ഓഫ് സ്കിന്നിന് കാരണമായിട്ടുള്ള മെലനോസൈറ്റിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് MSH വരുന്നത്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത്, സോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ MSH റിലീസ് ചെയ്യുന്നത് ഫ്രം ദ ഇന്റർമീഡിയറ്റ് ലോബ് അല്ലെങ്കിൽ നമ്മുടെ പാർസ് ഇന്റർമീഡിയ ആണ്. ഇനി പാർസ് നെർവോസ ഓർ ന്യൂറോ ഹൈപ്പോഫൈസിസ് ഓർ നമ്മുടെ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി റിലീസ് ചെയ്യുന്ന രണ്ട് ഹോർമോൺ ഉണ്ട്. ഒന്ന് നമ്മുടെ ഓക്സിറ്റോസിൻ ആണ്, രണ്ട് നമ്മുടെ വാസോപ്രസിൻ ആണ്. വാസോപ്രസിൻ ഓർ ഇതിന്റെ വേറെ പേര് ആന്റി ഡയൂററ്റിക് ഹോർമോൺ ആണ്. ആന്റി ഡയൂററ്റിക് ഹോർമോൺ. ഓക്കെ, ഞാനിത് ജസ്റ്റ് റഫ് ആയിട്ട് എഴുതുന്നുള്ളൂ കേട്ടോ. കറക്റ്റ് ക്ലിയർ കട്ട് നോട്ടൊന്നും നിങ്ങൾക്ക് തരേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഇറ്റ്സ് ജസ്റ്റ് ദ റിപ്പീറ്റ് കോഴ്സ് അല്ലേ. സോ NCERT പാരലലി വേണം കയ്യിൽ. ഓക്കെ, ഓക്സിറ്റോസിൻ എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ അതിന്റെ മെയിൻ റോൾ, ഓക്സിറ്റോസിന്റെ മെയിൻ രണ്ട് റോള് നമുക്കുണ്ട്. ഒന്ന് ഇത് യൂട്രസിൽ, ഇത് ഫീമെയിൽസിലാണ് എസ്പെഷ്യലി നല്ല റോളുള്ളത്. യൂട്രസിൽ ഇത് ആക്ട് ചെയ്ത് യൂട്രസിന്റെ സ്മൂത്ത് മസിലിനെ ആക്ട് ചെയ്തിട്ട് ദിസ് വിൽ ഹെൽപ്പ് ഫോർ വാട്ട് യു നോ, ദിസ് വിൽ ഹെൽപ്പ് ഫോർ ദ ചൈൽഡ് ബർത്ത്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ലേഡീസ് എസ്പെഷ്യലി അവരുടെ പ്രഗ്നൻസി പീരീഡ് അവസാനിക്കുന്ന സമയത്ത് അവരെ ലാബർ റൂമിലേക്ക് ആക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ പ്രോഗ്രഷൻ കുറവുണ്ടെങ്കിൽ ഈ ഓക്സിറ്റോസിൻ എന്നുള്ള ഇഞ്ചക്ഷൻ ഒക്കെ കൊടുക്കാറുണ്ട്. പിറ്റോസിൻ എന്നൊക്കെ പറഞ്ഞ കെമിക്കലാണ്. ഓക്കെ, എന്ന് പറഞ്ഞ ഒരു കെമിക്കലിലൂടെ നമ്മളിത് കൊടുത്തിട്ട് ഈ ഒരു നമ്മുടെ ഈ ഒരു യൂട്രൈൻ കൺട്രാക്ഷൻ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കാറുണ്ട്. സോ ഓക്സിറ്റോസിൻ ആക്ച്വലി ഹെൽപ്സ് ഫോർ ദ കൺട്രാക്ഷൻ ഓഫ് ദ സ്മൂത്ത് മസിൽസ് ഓഫ് ദ നമ്മുടെ യൂട്രസ് ആൻഡ് ആൾസോ ദിസ് ഹെൽപ്സ് ഫോർ ദ മിൽക്ക് എജക്ഷൻ. മാമറി ഗ്ലാൻഡിൽ നിന്നുള്ള മിൽക്കിന്റെ എജക്ഷന് വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈവൻ ദിസ് ഇൻ മെയിൽസിൽ ചോദിക്കുകയാണെങ്കിൽ ഇജാക്കുലേഷൻ വാസ് ഡിഫറൻസിൽ നിന്ന് ഇജാക്കുലേഷൻ സ്പേം പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പോലും മെയിൽസിൽ പോലും ഇതിന്റെ റോൾ ഉണ്ട്. പക്ഷെ അത് NCERT കൊടുത്തിട്ടില്ല. ഓക്കെ, നൗ വാസോപ്രസിൻ ഈസ് ആൾസോ കാൾഡ് ആന്റി ഡയൂററ്റിക് ഹോർമോൺ. ഇത് നിങ്ങളുടെ എക്സ്ക്രീറ്ററി products and their elimination എന്നുള്ള ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ദിസ് വിൽ ആക്ട് ഇൻ ദ കളക്ടിങ് ഡക്ട് ആൻഡ് DCT എന്ന് പറയും. ആൻഡ് ആൾസോ ഹെൽപ്സ് ഫോർ ദ റീഅബ്സോർപ്ഷൻ ഓഫ് മെയിൻലി വാട്ടർ ആണ് ആൻഡ് ആൾസോ ഇലക്ട്രോലൈറ്റ്സും ഉണ്ട്. മെയിൻലി വാട്ടറിനെ റീഅബ്സോർബ് ചെയ്തിട്ട് ഒരുപാട് വെള്ളത്തിന് ബോഡിയിൽ കൺസർവ് ചെയ്യുന്ന പരിപാടിയാണ് ആര് ചെയ്യുന്നത്, നമ്മുടെ ഈ വാസോപ്രസിൻ. അതുകൊണ്ട് തന്നെ ഈ ഹോർമോൺ ഡെഫിഷ്യന്റ് ആവുന്ന കണ്ടീഷനിൽ ഒരുപാട് വെള്ളം ഇങ്ങനെ പുറത്ത് കൺസർവ് ചെയ്യാൻ നമുക്ക് പറ്റൂല. So diuresis will happen. What is diuresis? You know, diuresis is the escape of water molecule through urine. Okay, അങ്ങനെ ആ ഡയൂറസിനെ അതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ വാസോപ്രസിൻ വരുന്നത്. ബിക്കോസ് ദിസ് ഹെൽപ്സ് ഫോർ ദ റീഅബ്സോർപ്ഷൻ. ആൾസോ ഇതിന് വേറെ പേര് വാസോപ്രസിൻ എന്നാണ്. അവിടെ പഠിച്ചിട്ടുണ്ടാവും. ഇത് നമ്മുടെ വെസൽസിനെ കൺസ്ട്രക്ട് ചെയ്തിട്ട് BP കൂട്ടുന്ന ആളാണ്, GFR കൂട്ടുന്ന ആളാണെന്നൊക്കെ അവിടെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, വാട്ട് എവർ. ഇവിടെ ആന്റി ഡയൂററ്റിക് ഹോർമോൺ ഇതിന്റെ ആക്ഷൻ മെയിൻലി റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ആണ്. അങ്ങനെ BP കൂട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് ഈ എൻസൈമിന്റെ ഡെഫിഷ്യൻ അല്ലെങ്കിൽ ഈ ഹോർമോണിന്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡിക്രീസ്ഡ് പ്രൊഡക്ഷൻ ഓഫ് ആന്റി ഡയൂററ്റിക് ഹോർമോൺ, ദിസ് വിൽ ലീഡ്സ് ടു മോർ പാസിംഗ് ഓഫ് ദ water through urine and that condition is called diabetes insipidus. ഇതും NCERT ഒരു അഡീഷൻ ആണ്, ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. സോ ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് പറഞ്ഞ ക്ലിനിക്കൽ കണ്ടീഷൻ എങ്ങനെയാണ് പ്രസന്റ് ചെയ്യുക? എപ്പോഴും ഇങ്ങനെ മൂത്രം പോയിക്കൊണ്ടേയിരിക്കും. ആ മൂത്രത്തിൽ ഒരുപാട് വെള്ളമായിരിക്കും ഉണ്ടാകുക. അതിൽ ഗ്ലൂക്കോസും കൂടി ഉണ്ടാവുകയാണെങ്കിൽ അത് ഡയബറ്റിസ് മെലിറ്റസ് ആണ്, നമ്മൾ പറയും വേറെ. ഓക്കെ, ഡയബറ്റിസ് ഇൻസിപ്പിഡസ് അതിൽ ഡയൂറസിസ് ഒരുപാട് നടക്കുന്ന കണ്ടീഷനാണ്. ആക്ച്വലി സ്പീക്കിംഗ് ആന്റി ഡയൂററ്റിക് ഹോർമോൺ അതിന്റെ ആക്ഷൻ നടക്കാത്തതിന്റെ ഫലമായിട്ട് ഡയൂറസിസ് ഒരുപാട് നടക്കുന്ന കണ്ടീഷനാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഈ ഒരു പിറ്റ്യൂട്ടറി ഗ്ലാൻഡുമായിട്ട് പറയാനുള്ളത്. നെക്സ്റ്റ് വി ഹാവ് ടു enter into our pineal gland.